തിരികെ വാർത്തയിലേക്ക്. ശബരിമലയിൽ 2012 ദേവപ്രശ്നം നടത്തിയത് അനധികൃതമായി. ഒറ്റരാശി താമ്പൂല പ്രശ്നം നടത്താൻ ദേവസ്വം ബോർഡിന്റെയോ കമ്മീഷന്റെയോ ഉത്തരവ് വേണമെന്നിരിക്കെയാണ് അനധികൃത ഇടപെടൽ. ദേവപ്രശ്നത്തിന് പിന്നിൽ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സതീഷ് കുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജനും. ഇരുവർക്കുമെതിരെ അന്വേഷണം നടത്തി നടപടി ശുപാർശ ചെയ്ത വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക്. വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ, ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായി, കൃത്യമായ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായത്. അത്തരത്തിലുള്ള വിമർശനങ്ങളും കണ്ടെത്തലുകളും തന്നെയാണോ ഉയരുന്നത്? കെ പി, തീർച്ചയായും അത്തരം ചില കണ്ടെത്തലുകളിലേക്ക് തന്നെയാണ്. അതായത് ശബരിമലയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാര അനുഷ്ഠാനങ്ങൾ കർശനമായും പാലിച്ചുകൊണ്ട് പോകേണ്ടതാണ്. അത് പാലിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു പവിത്രമായ തീർത്ഥാടന കേന്ദ്രത്തിൽ എല്ലാം തോന്നുംപടി ചില ആളുകൾ ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് നിരവധി ലക്ഷക്കണക്കിന് ഭക്തരുടെ അഭയകേന്ദ്രമായ ശബരിമലയിൽ ഒറ്റരാശി താമ്പൂല പ്രശ്നം നടത്തിയത് അനധികൃതമായി എന്നത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. അത് ദേവസ്വം ബോർഡിന്റെയോ കമ്മീഷണറുടെയോ ഉത്തരവുണ്ടായിട്ടില്ല. അതിന് ഏതെങ്കിലും തരത്തിലുള്ള അനുമതിയോ ഇല്ലാതെയാണ് ഈ താമ്പൂല പ്രശ്നം നടത്തുകയും ചെയ്തത്. പതിറ്റാണ്ടുകൾ എന്തും ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ശബരിമലയിൽ ഏത് രീതിയിലും കാര്യങ്ങൾ ചെയ്യാമെന്ന കുത്തഴിഞ്ഞ നിലയിലേക്ക് അവിടെ മാറി ഭരിച്ച ദേവസ്വം ബോർഡുകൾ ഭരിച്ച ആളുകളാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും എല്ലാം തന്നെ എത്തിച്ചു എന്നാണ് ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായ സതീഷ് കുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജനുമായിരുന്നു ഈ ഒരു താമ്പൂല പ്രശ്നം നടത്തിയത്. അന്വേഷണം നടത്തി ഇരുവർക്കുമെതിരെ നടപടി ശുപാർശയും ചെയ്തിരുന്നു. ആ ശുപാർശയുടെ പകർപ്പടക്കം ജനം ടിവിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡുകൾ മാറി വരുന്ന ആളുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അത് ദേവഹിതം അനുസരിച്ചല്ല ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നടത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനമായി പരിശോധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. സാധാരണ നിലയിൽ ദേവഹിതം അനുസരിച്ച് ആചാരാനുഷ്ഠാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട പ്രശ്നങ്ങളടക്കം, താമ്പൂല പ്രശ്നമടക്കം ആവശ്യമെങ്കിൽ മാത്രം അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഘട്ടത്തിലാണ് തോന്നുന്നപടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ആരുടെയും അനുമതി ഇല്ലാതെയാണ് 2012 ഏപ്രിൽ ഒറ്റരാശി താമ്പൂല പ്രശ്നം നടത്തിയത്. അതാണ് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സതീഷ് കുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജനും തീരുമാനിച്ചുകൊണ്ട് നടത്തിയത്. അത് ഭഗവാന്റെ ശ്രീകോവിലിന് തൊട്ടടുത്തായിരുന്നു ഈ പ്രശ്നം നടത്തിയത്. ഇതിലെല്ലാം തന്നെ വലിയ പ്രശ്നങ്ങൾ കാണാനും നമുക്ക് കഴിയുകയും ചെയ്യും. ആരുടെയും അനുമതിയില്ലാതെ ഒറ്റരാശി താമ്പൂല പ്രശ്നം നടത്തിയത് ഈ ആളുകളാണ് എന്നത് വ്യക്തമാക്കിക്കൊണ്ട് ഇവർക്കെതിരെ നടപടിക്ക് വിജിലൻസ് എസ് പിയുടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിജിലൻസ് എസ് പി ശുപാർശ ചെയ്തിരുന്നു. ഇങ്ങനെ കൃത്യവിലോപങ്ങൾ ആവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ തുടരുന്ന ഘട്ടത്തിൽ തന്നെ ഒരു നടപടിയും ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കുന്നില്ല. ജിജീഷ്, കൃത്യമായി വിജിലൻസ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടും റിപ്പോർട്ട് നൽകിയിട്ടും ഇവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവർ മാത്രമല്ല, ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതും മറ്റുള്ളവരാണ്, അല്ലെങ്കിൽ എല്ലാം കൂടിയുള്ള ഒരു ഒത്തുകളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു നടപടി എടുക്കാതെയും സംരക്ഷണം നൽകിയതെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അത്തരത്തിൽ തന്നെ മനസ്സിലാക്കണം. ഇവരെ സംരക്ഷിക്കാൻ ആളുകളുണ്ട്. കാരണം ഇങ്ങനെ ഒരു വിജിലൻസ് നടപടിക്ക് ശുപാർശ ചെയ്ത ആളുകൾ വീണ്ടും വീണ്ടും സംരക്ഷിക്കപ്പെടുന്നു, അവർക്കെതിരെ യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നതിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത് ഇത് ചില ആളുകളുടെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള ആളുകളുണ്ട്. അവർക്ക് ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തുടർ നടപടിയിലേക്ക് കടന്നില്ല എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ. എല്ലാ ഘട്ടങ്ങളിലും ശബരിമലയിൽ നടന്നത് ഇത്തരത്തിൽ തന്നെയായിരുന്നു. നിരവധി ഉദ്യോഗസ്ഥരെ കൃത്യമായി തന്നെ ഒരു ലോബി, ഉദ്യോഗസ്ഥരുടെ ലോബിയും ഭരണകർത്താക്കളുടെ ഒരു ലോബിയും എല്ലാം തന്നെ തോന്നുന്നവരെ കാര്യങ്ങൾ ചെയ്തു. അതുതന്നെയാണ് ഇന്ന് ശബരിമലയുടെ ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്ന് വളരെ വ്യക്തമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ നടപടികൾ പൂഴ്ത്തിയത്, അല്ലെങ്കിൽ നടപടി ശുപാർശകൾ പൂഴ്ത്തിയത്, അത് നടപ്പിലാക്കാതെ പോയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ കൃത്യമായ തെളിവുകൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം, ഒപ്പം തന്നെ ഇതിൽ വിശദമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സമഗ്രമായ നടപടികളിലേക്ക് കടക്കണമെന്ന ഒരു ആവശ്യമാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നത്. കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാര അനുഷ്ഠാനങ്ങൾ അതേപടി പാലിക്കണം. അത് ലംഘിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നത് തന്നെയാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. കെ പി, കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.